ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ ഇടവകയുടെ ആനുവൽ കൺവെൻഷന്റെ കടശ യോഗത്തിലേക്ക് നാം അടുത്തു വന്നിരിക്കുന്നു. ഈ 2 ദിവസങ്ങളിലും എ ജേർണി ടുവേർഡ്സ് ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിനായിട്ടുള്ള യാത്ര എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി യാക്കോബിന്റെ ജീവിതത്തെ വിഷയീഭവിച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞ 2 രാത്രികൾ കേൾക്കുന്നതിനും ഇന്ന് ഈ കടശി യോഗത്തിലും യാക്കോബിന്റെ മറ്റൊരു ലൈഫ് എപ്പിസോഡ് ആധാരമായി ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നാം ഒരുങ്ങുകയും ചെയ്യുന്നുവല്ലോ. ആദ്യത്തെ ദിവസം നമ്മൾ കേട്ടത് ഡിവൈൻ എൻകൗണ്ടർ ദാറ്റ് ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ, നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവ അഭിമുഖീകരണം, കൺഫ്രണ്ടേഷനാണ്. കൺഫ്രണ്ടേഷൻ. രണ്ടാമത്തെ ദിവസം നമ്മൾ കേട്ടത് പ്രയർ ലൈഫ് ദാറ്റ് ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ, നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനാ ജീവിതം. ഇന്ന് നമ്മൾ കേൾക്കാനായി ഒരുങ്ങുന്നത് ഫ്രൂട്ട്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിന്റെ ഫലങ്ങൾ എന്താണ് എന്നുള്ളതാണ്. രൂപാന്തരത്തിന്റെ ഫലങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായി ആഗ്രഹിക്കും. അതിനാണ് നമ്മൾ ഇന്ന് പാഠം വായിച്ചത്. ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം, അതിന്റെ 33-ാം അധ്യായം മുഴുവനാണ് വായിച്ചത്. അതിനകത്ത് ഒരു വാക്യം മാത്രം, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ടൈം, ഒറ്റ വാക്യം മാത്രം നമുക്കൊന്ന് വായിച്ചിട്ട് പ്രാർത്ഥിച്ച് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. 10 ജെനസിസ് 33 വേഴ്സ് 10. ഇത് പറയുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞുങ്ങളോടൊരു വാക്ക് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. They are preparing to write the Sunday school exam today. Even after that, they are patiently sitting here, eager to listen to the word of God. അതോടൊപ്പം കഴിഞ്ഞ ദിവസം കൺവെൻഷന് വന്ന കുഞ്ഞുങ്ങളെ ഞാൻ സ്പെഷ്യലി അപ്രീഷിയേറ്റ് ചെയ്യും. ഹെഡ് ടീച്ചറിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം കൺവെൻഷന് വന്ന കുഞ്ഞുങ്ങൾ, 2 ദിവസം വന്ന കുഞ്ഞുങ്ങൾക്ക് 5 മാർക്ക് ഗ്രേസ് പോയിന്റ് കൊടുക്കണം. കാരണം ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അവര് വന്ന ദൈവവചനം കേട്ട് ആരാധിച്ചു കൊണ്ടിരുന്നു. 5 മാർക്സ് ഗ്രേസ് മാർക്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. പള്ളിയിൽ വന്ന് ആരാധനയിൽ എൻട്രൻസിന്റെ എക്സാം ആണെങ്കിലും പള്ളിയിൽ ആരാധന കഴിഞ്ഞിട്ട് പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. കാരണം we are training to do the worship. We are training children not to receive medals. ഇത് വളരെ കൺവിക്ഷനോട് പറയുന്നേ. കുഞ്ഞുങ്ങൾക്ക് മെഡൽ കിട്ടാൻ വേണ്ടിയല്ല. ചില അമ്മമാരും അപ്പമാരും ഒക്കെ കേസ് കൊടുക്കും, അത് എന്റെ കുഞ്ഞിന് കിട്ടിയില്ല, അത് കിട്ടിയില്ല. അതൊക്കെ വിടണം, അതൊക്കെ വിട്ടേരെ, 2 മാർക്ക് പോയി. പക്ഷേ എൻ്റെ കുഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ പഠിക്കുകയാണ്. മൈ ചൈൽഡ് ഈസ് ലേണിംഗ് ടു വർഷിപ്പ് ദ ലോർഡ്. ദൈവത്തെ ആരാധിക്കാൻ കുഞ്ഞ് പഠിക്കുക. അതിനാണ് സൺഡേ സ്കൂൾ. അന്നേരം ആ ഒരു വലിയ ട്രെയിനിങ് ആണ് മക്കളെ നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ സ്പെഷ്യൽ സല്യൂട്ട് ടു യു. ഗോഡ് ബ്ലസ്. 33 ഒരു കൈയടി കൊടുക്കാം കേട്ടോ, വിശക്കേണ്ട ആവശ്യമില്ല. വേഴ്സ് 33:10, ജെനസിസ് 33:10. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. എനിക്ക് വേദപുസ്തകത്തിൽ വളരെ ഇഷ്ടമുള്ളൊരു വാക്യാണ്, ഞാനിങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വാക്യം, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്യുന്നുണ്ട്. For I have seen your face, which is like seeing the face of God, and you have accepted me. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. തിരുവചനം അതിമധുരതരം, തേനിനേക്കാൾ മധുരമയം. തിരുവചനം അതിമധുരതരം, തേനിനേക്കാൾ മധുരമയം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും
മൂർച്ചയേറുന്നതാ തിരുവചനം, സന്ധികളെ പോലും തുളച്ചിടും വചനം, ബന്ധന പാശങ്ങൾ അഴിച്ചിടും വചനം, രൂപാന്തരം നൽകും തിരുവചനം, തിരുവചനം അതിമധുരതരം, തേനിനേക്കാൾ മധുരമയം, തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരമയം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, തേനിനെക്കാട്ടിലും തേൻകെട്ടയെക്കാട്ടിലും മാധുര്യമേറിയ തിരുവചനം വേണ്ടുവോളം നുകരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാൻ തക്കവണ്ണം യാക്കോബ് ജീവിതത്തിൽ പഠിച്ച ജീവിത പാഠങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ഒരു വലിയ വീണ്ടെടുപ്പിന്റെ വചനങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവമേ നീ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ പാസീവായി ഇരിക്കുന്നതിന് വേണ്ടിയല്ല, ഒരു സിനിമ തിയേറ്ററിൽ ഇരിക്കുന്നത് പോലെ ഞങ്ങൾ ഇങ്ങനെ ശാന്തമായി ഇരിക്കുകയല്ല. ഞങ്ങൾ ദൈവത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കാൻ, ഞങ്ങൾ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ, ഞങ്ങൾ ദൈവത്തോട് പ്രതിവചിച്ചു കൊണ്ടിരിക്കുവാൻ തക്കവണ്ണം, ദൈവം പറയുന്നത് ശാന്തമായി കേൾക്കുവാൻ തക്കവണ്ണം, പറഞ്ഞതെന്തോ കേട്ടതെന്തോ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ശക്തിയും കൃപയും ആഴങ്ങളും നൽകി ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. പാപിയും ബലഹീനമായ അടിയന്റെ വാക്കുകളല്ല, ഞങ്ങൾക്ക് ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത അരുമനാഥന്റെ ഇമ്പമുള്ള ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശു മശിഹായുടെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊന്ന് ലൈറ്റായിട്ട് ആരംഭിക്കാം അല്ലേ? ഇന്നലെ ആരംഭിച്ചതുപോലെ കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു ഗ്രൗണ്ടിൽ ഇരുന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണ്. ഭയങ്കരമായ വഴക്ക്. വഴക്കിന്റെ കാരണം ഇതാണ്, അവർക്കൊരു നല്ല പൂച്ചക്കുട്ടിയെ കിട്ടി. അന്നേരം പൂച്ചയ്ക്ക് ആര് മണി കെട്ടുമെന്നുള്ളതല്ല ചോദ്യം, പൂച്ചയെ ആര് കൊണ്ടുപോകുമെന്നാണ് ചോദ്യം. കാരണം കുറെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. ഇതിനകത്ത് ആര് പൂച്ചയും കൊണ്ട് വീട്ടിൽ പോകും? ഇതാണ് ചോദ്യം. അന്നേരം ഓരോരുത്തരും ആ പൂച്ചയ്ക്ക് വേണ്ടിയുള്ള ക്ലെയിം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ലെയിം പറഞ്ഞ് അവസാനം അത് വഴക്കിൽ തീരുന്നു. നമ്മുടെ ഒക്കെ യോഗത്തെ പോലെ അത് ഏകദേശം പോലൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടെ. അത് പറഞ്ഞ് അങ്ങ് വഴക്കായി. അന്നേരം അതുവഴി ഒരു അച്ഛൻ കടന്നു. അച്ഛന്റെ പ്രധാനപ്പെട്ട ജോലി എന്തുവാ? പ്രോബ്ലം സോൾവ് ചെയ്യും. അന്നേരം അച്ഛന്മാർക്ക് ഒരു ചിന്തയും കൂടെ ഉണ്ട്. ലോകത്തിൽ ഏത് വിഷയം നടന്നാൽ അതുവഴി കയറണമെന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ട് അച്ഛന്മാർക്ക്, എന്നെ പോലുള്ളവർ. അതുകൊണ്ട് അന്നേരം ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ അവിടെ വഴക്കുണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ വഴിയെ പോയ പാമ്പിനെ എടുത്ത് തോളലിട്ടെന്ന് പറഞ്ഞ പോലെ അച്ഛൻ അവിടെ ചെന്നു, മക്കളെ എന്തോ മക്കളെ പ്രശ്നം ഇവിടെ, എന്തോ ഇവിടെ കുഴപ്പം? ഉടനെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ കിട്ടും, വളരെ ബ്യൂട്ടിഫുൾ കിച്ചൺ, നല്ല സുന്ദരമായിട്ടുള്ള പൂച്ചക്കുഞ്ഞാണ്, പക്ഷെ ആരിതിനെ കൊണ്ടുപോകും എന്നാണ് ചോദ്യം. അന്നേരം അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞ് ഈ അച്ഛൻ വരുന്നതിനും, അത് പറയാൻ വിട്ടുപോയി, അച്ഛൻ വരുന്നതിന് മുമ്പേ ഒരു കൊച്ചുകുഞ്ഞ്, ബുദ്ധിയുള്ളൊരു കൊച്ചുകുഞ്ഞ് പറഞ്ഞു, ഏറ്റവും വലിയ കള്ളം ആര് പറയുന്നു? ലോകത്തിലേക്കും ഏറ്റവും സുന്ദരമായ കള്ളം ആര് പറയുന്നു? ആ ആൾക്ക് ഈ പൂച്ചയ്ക്ക് കൊടുക്കും. അന്നേരം ഓരോരുത്തർ ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നോക്കുവാണ്, ഒന്ന് ഹിറ്റ് ചെയ്ത് നോക്കുവാണ്. കള്ളം പറഞ്ഞ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ആൾക്ക് പൂച്ച കിട്ടും. അന്നേരമാണ് അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്. അന്നേരം അച്ഛൻ ഇങ്ങോട്ട് വന്ന്, അച്ഛന്റെ ഒരു പ്രീച്ചിങ് മോഡുണ്ടല്ലോ, സാധാരണ വരുന്ന ഉടനെ അങ്ങ് പ്രീച്ചിങ് ആണല്ലോ, ഇഷ്ടംപോലെ നെല്ലിക്കച്ചാക്കന്റെ കുത്തഴിച്ചു വിടുന്ന പോലെ അങ്ങ് പ്രീച്ചിങ്. അന്നേരം അച്ഛൻ തുടങ്ങി, മക്കളെ നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ, യോ ഇങ്ങനൊന്നും ചെയ്യരുത്, ഇങ്ങനെ നിങ്ങൾ പോയാൽ ശരിയാവത്തില്ല, നിങ്ങൾ എവിടെല്ലാം പോകേണ്ടവരെ അതാണെന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ കൊച്ചുനാളിലേ നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞ് പഠിക്കരുത്. കൊച്ചുനാളിൽ കള്ളം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആകെപ്പാടെ വഷളായി പോവും. ഞാൻ കൊച്ചുനാളുകളിൽ കള്ളം പറയാതെ ജീവിച്ചത് കൊണ്ടാണ് ഞാൻ പള്ളിയിൽ അച്ഛനായത് എന്ന് അച്ഛൻ പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട് യുനാനിമസ് ആയിട്ടൊരു തീരുമാനമെടുത്തു, ഈ പൂച്ചക്കുട്ടിയെ അച്ഛന് കൊടുത്തു.
നമ്മുടെ ജനറൽ ബോഡി യുനാനിമസ് ആയിട്ട് തീരുമാനിക്കുമല്ലോ, ഇന്ന ആളുടെ യുനാനിമസ് ആയിട്ട്. കുഞ്ഞുങ്ങൾ വരും, അവരും എടുക്കരാം, അവരൊരുമിച്ച് കൂടി പറഞ്ഞു ഇതിന്റെ അപ്പുറം ഒരു കള്ളം ഇനി ലോകത്തിൽ ആരും പറയില്ല. അതുകൊണ്ട് ഈ പൂച്ചക്കുട്ടി പള്ളിയിൽ അച്ഛന്. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രൂപാന്തരം രൂപാന്തരം രൂപാന്തരം. ബട്ട് ലെറ്റ് മീ ആസ്ക് യു, what is the fruit of transformation? Transformed life is not a normal life. Transformed life is not routines. Transformed life is not the tick box. രൂപാന്തരത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് സാധാരണ റോഡിലൂടെയുള്ള ഒരു യാത്രയല്ല. രൂപാന്തരത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തതയുള്ള ജീവിതമാണ്. ഞാൻ ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം, ട്രാൻസ്ഫോംഡ് പീപ്പിൾ ഓൾവേസ് ക്യാരി എ ബർഡൻ ടു ട്രാൻസ്ഫോം അതേഴ്സ്. ട്രാൻസ്ഫോംഡ് പീപ്പിൾ ഓൾവേസ് ക്യാരി എ ബർഡൻ ടു ട്രാൻസ്ഫോം അതേഴ്സ്. രൂപാന്തരപ്പെട്ട ആളുകൾ മറ്റുള്ളവർക്ക് ഈ രൂപാന്തരം നൽകുന്നതിന് വേണ്ടി ഉള്ള ഒരു ഭാരത്തോടുകൂടെ ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ കൺവെൻഷൻ ജേക്കബ് കൺവെൻഷനായി തീരുമാനിച്ചത്? അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ Genesis, the book of Genesis is all about the beginnings of the entire things in the world. ഈ ലോകത്തിലുള്ള എല്ലാ ക്രിയേറ്റഡ് ഓർഡേഴ്സിന്റെയും ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ് എല്ലാത്തിന്റെയും ബിഗിനിങ് എന്താണ്? കന്നഡയിൽ ഇവിടെ ജാനറ്റ് അല്ലെ, ഗ്ലാനറ്റ് നമ്മുടെ KC വർഗീസ് ഉപദേശിയുടെ മകളാണ്. കർണാടകയിൽ ഉള്ള ഒരു ഉപദേശിയാണ്. അന്നേരം ആദ്യ കാണ്ഡം എന്നാണ് കന്നഡയിൽ ഉൽപ്പത്തി പുസ്തകത്തിന് പറയാൻ. എല്ലാ സൃഷ്ടിയുടെയും ആദ്യ വിവരണങ്ങൾ നൽകുന്ന ബുക്കാണ് ജെനസിസ്. എന്നാൽ അതിനോട് കൂടെ ചേർന്ന് തന്നെ Genesis gives a detailed account of the life of faith pillars. Faith pillars narrated in the word of God. തിരുവചനത്തിലുള്ള വിശ്വാസ വീരന്മാരുടെ, വിശ്വാസ സ്തൂപങ്ങളുടെ ചരിത്രം പറയുന്ന ഒരു പുസ്തകം കൂടെയാണ് ഉൽപ്പത്തി പുസ്തകം. നമുക്കറിയാം. നമുക്ക് ആ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം. ചാപ്റ്റേഴ്സ് 12 to 25, 1 to 11 is pre-creation narrative ആണ്. 12 to 25 story of Abraham. നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം. The man who walked with faith. 21 to 35 story of Isaac, the son of promise. 37 to 50 Joseph, the man who turned tragedy into triumph. എന്നാൽ 25 to 50 narrates the story of Jacob, the man who wrestled with God. ഉൽപ്പത്തി പുസ്തകത്തിലെ എഴുത്തുകാരൻ ഉൽപ്പത്തി പുസ്തകത്തിൽ 25 അധ്യായങ്ങൾ, even more than Abraham, more than Isaac, more than Joseph. The writer gives space in his book to Jacob. 25 അധ്യായങ്ങളാണ് എഴുത്തുകാരൻ ഈ മനുഷ്യന്റെ കഥ പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. Why? Jacob has an exceptional life story of transformation. യാക്കോബിന് മറ്റാർക്കും ഇല്ലാത്ത തരത്തിൽ ഉള്ള ഒരു രൂപാന്തരത്തിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം ഉള്ളത് കൊണ്ടായിരിക്കണം. There can be many justifications. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, I would like to see in that way. Jacob has an exceptional story of transformation, and that can be the reason why the writer gives more significance to the life of Jacob. 25 അധ്യായങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. The story of a man who changed from a cheater to champion. Cheater to champion. From a schemer to seeker. From a deceiver to a disciple. ഇത് സുന്ദരമായിട്ടുള്ള ഒരു കാര്യമാണ്. Cheater to champion, schemer to seeker, and deceiver to disciple. നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ,
നീ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. യു ആർ മീറ്റിംഗ് us and we are ready for a one-on-one, face-to-face conversation with you, an encounter with you, a confrontation with you. And also, Father, we are moving forward with a very, very special, unique prayer life. Today, Father, we are praying. Help us to give yield in our life. Help us to bear the fruits of transformation. കർത്താവ്, ഈ രൂപാന്തരത്തിന്റെ ഫലം നൽകുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, our transformation isn't real until it touches our relationships. നമ്മുടെ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ പ്രകടമാകുമ്പോഴാണ് രൂപാന്തരം ഒരു സത്യമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ പ്രകടമാകുമ്പോഴാണ് രൂപാന്തരം സത്യമാകുന്നത്. Our transformation isn't real until it touches our relationship. 33-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അനന്തരം യാക്കോബ് തലമുക്കി നോക്കി, ഏശാവും അവനോടുകൂടെ 400 ആളും വരുന്നത് കണ്ടു. യാക്കോബ് തലമുക്കി നോക്കി. എന്തിനാണ് എഴുത്തുകാരൻ തലമുക്കി നോക്കി എന്ന് പറയുന്നത്? ഹാഗർ തലമുക്കി നോക്കി, അബ്രഹാം തലമുക്കി നോക്കി, യാക്കോബ് തലമുക്കാൻ നോക്കാൻ പറ്റും. തലമുക്കി നോക്കി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ നോർമൽ കൈൻഡ് ഓഫ് വാച്ചിങ്. ഇറ്റ്സ് എ ഗെയ്സ്. It's a gaze with a sense of wonderment, with a sense of astonishment. It gives a feeling of awe and wonder. അതിശയത്തോടുകൂടെ ത്രസിച്ചു നോക്കുന്ന, സൂക്ഷിച്ചു നോക്കുന്ന ഒരു നോട്ടത്തിന് പറയുന്ന പേരാണ്, ഉൽപ്പത്തി പുസ്തകത്തിന് എഴുത്തുകാരൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. അവൻ തലപൊക്കി നോക്കി. തലപൊക്കി നോക്കി എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഉണ്ടെന്നാണ് അർത്ഥം. ഇനി എന്തോ വരാൻ പോകുന്നതാണ് അർത്ഥം, അല്ലെങ്കിൽ നോക്കിയെന്നേ പറയത്തുള്ളൂ. തലപൊക്കി നോക്കി. ഏശാവ് അവനോട് 400 ആളും വരുന്നത് കണ്ടു. തന്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും. ഈ ഓർഡർ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല കോമഡിയാണ് ഇതൊക്കെ കേട്ടോ. ഈ യാക്കോബ് എല്ലാത്തിന്റെ ഓർഡർ, അച്ഛൻ പറഞ്ഞ ഓർഡർ ഓഫ് വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. യാക്കോബിനും ഉണ്ട് ഒരു ഓർഡർ കേട്ടോ, രസമാണ്. അന്നേരം ആ ഓർഡർ ശ്രദ്ധിക്കണം. അവൻ ദാസിമാരെയും ആദ്യം ഇത് എന്തിനാ സെറ്റപ്പ് എന്ന് ഓർത്തോണം. ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും, ലേയെയും അവളുടെ മക്കളെയും പിന്നാലെയും, റാഹേലിനെയും യോസേഫിനെയും ഒടുക്കമായും നിർത്തി. ഗജവീരൻ വരുന്നുണ്ട്. ഗജവീരൻ വരുന്നുണ്ട്. ഒറ്റയ്ക്കല്ല, 400 എണ്ണത്തിനെയും കൊണ്ടാണ്. വീട്ടിൽ 2 എണ്ണം ഒരുമിച്ച് ജനിച്ചു വളർന്നവരാണ്. ഒരുത്തൻ അമ്മയുടെ സാരിത്തുമ്പിൽ ഇരുന്നവൻ, ചപ്പാത്തിക്ക് ആട്ട കുഴച്ചുകൊണ്ടിരുന്നവൻ. മറ്റവൻ വീരനാണ്, പരാക്രമശാലിയാണ്. അവൻ വെളിയിൽ പോയി നായാട്ടുമായി ജീവിച്ച മനുഷ്യനാണ്. ഒരുത്തൻ വീട്ടിലെ AC-യിൽ സന്തോഷത്തോടുകൂടെ അതിന്റെ സുഖനിദ്രയിൽ സുനിദ്ര പ്രാപിച്ചവനാണ് അവൻ. വെളിയിൽ ഏശാവ് മുമ്പിൽ വരുന്ന ഏത് വന്യമൃഗങ്ങളെയും നേരിടുവാൻ തക്കവണ്ണമുള്ള കഴിവുള്ളവനാണ്. ഒരുവൻ വീട്ടിൽ തളച്ചിട്ടവനാണ്, മറ്റവൻ വെളിയിലെ അപകടങ്ങളെ നേരിട്ടവനാണ്. അവൻ ഒറ്റയ്ക്ക് മതി. അവൻ ഒറ്റയ്ക്കല്ല, 400 എണ്ണം കൂടെ ഉണ്ട്. മരണം ഉറപ്പാണ്. യാക്കോബ് പേടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് സൺഡേ സ്കൂളിൽ ഒരു കഥ പറയാൻ കയറി. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കഥ പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ മുള്ളി, ഭയം കൊണ്ട് മുള്ളി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. യാക്കോബ് ഭയം കൊണ്ട് മുള്ളിയിട്ടുണ്ട്. അതിനാണ് ഈ ഓർഡർ ഓഫ് വർഷിപ്പ് ഒക്കെ യാക്കോബ് വെച്ചിരിക്കുന്നത് ആദ്യം. കാരണം തട്ടിയാൽ ആദ്യം ആരെ തട്ടണം? അവിടും തുടങ്ങണം. ഇവരെല്ലാം ഷീൽഡാണ്. യാക്കോബ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് വർത്തമാനക്കാർക്കും ഉണ്ടല്ലോ ഇത്. എത്ര എന്ന് പറഞ്ഞാലും ഉള്ളിൽ പ്രശ്നം വരുമ്പോൾ ഉള്ളിൽ എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ വരും. യാക്കോബ് അത് തന്നെയാണ് കാണിക്കുന്നത്. തട്ടിയാൽ ആദ്യം അവൻ തട്ടണം, അത് കഴിഞ്ഞ് അടുത്ത് തട്ടണം, അത് കഴിഞ്ഞ്. ഞാൻ ഈ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് കറക്റ്റ് ചെയ്തതാണ് കേട്ടോ. പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഭക്ഷണം തന്നാൽ
എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഞാൻ ആദ്യം കഴിക്കും. ഇഷ്ടമില്ലാത്ത സാധനം ഞാൻ ആദ്യം കഴിക്കും. അന്നേരം ഇഷ്ടമല്ലാത്തതിന്റെ ക്രമത്തിലാണ് ഞാൻ കഴിച്ചു വരുന്നത്. അന്നേരം വിളമ്പുന്നവർ കാണുമ്പോഴത്തേക്ക് അതുകൊണ്ട് സാറ് കണ്ട ആ കോവയ്ക്കാൻ മെഴുക്കോട്ട് കഴിച്ചോട്ടെ, കാണ്ട് സാറേ കോവയ്ക്കാൻ മെഴുക്കോട്ട് ഒന്നുകൂടെ കുറച്ചുകൂടെ. എന്റെ അമ്മോ, തീർത്തത് എന്ത് പാടുപെട്ടാന്ന് എനിക്കറിയാം. ഏതാണ്ട് എന്ന് പറഞ്ഞതുപോലെ യാക്കോബ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഭയമാണ്, മരണമാണ്. ജേക്കബ് ഈസ് ഗോയിങ് ടു ഡൈ. യാക്കോബ് ഇവിടെ നിൽക്കുന്നത്, ജേക്കബ് ഈസ് ഇൻ എ ലിമിനൽ സ്പേസ്. ജേക്കബ് ഈസ് ഇൻ എൻ ഇൻ ബിറ്റ്വീൻ സ്പേസ്. മുമ്പിൽ യേശാവാണ്, പിൻപിൽ ലാബാനാണ്. ഇസ്രായേൽ ജനതയ്ക്ക് ഇതുപോലുണ്ടായിരുന്നു. മുൻപിൽ ചെങ്കടലാണ്, പിൻപിൽ ഫറവോന്റെ സൈന്യമാണ്. മരണമാണ് ജീവിതത്തിൽ ഇപ്പോൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാക്കോബും അതുതന്നെയാണ്. പുറകിൽ ഹാരാനിൽ നിന്ന് യാക്കോബ് ഓടിപ്പോവുകയാണ്. സമ്പത്ത് തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞ് അങ്കിൾ വാളുമായിട്ട് പുറകിൽ നിൽപ്പുണ്ട്. വർഷങ്ങളുടെ കണക്ക് തീർക്കാൻ, പ്രതികാരം തീർക്കാനായി സഹോദരൻ, തന്റെ ഇരട്ട സഹോദരൻ വരുന്നു, 400 പേരുമായി വരുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടുണ്ട് ഇവിടെ. യാക്കോബ് ഇങ്ങനെ, നമ്മൾ കഥകളി കണ്ടിട്ടുണ്ടോ? കഥകളി ആടുന്നത് പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആ ആട്ടം ആരും കാണാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ വൻപൻ സന്നാഹം ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് യാക്കോബ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കീഴെ യാക്കോബ് ഇങ്ങനെ ഇരിപ്പുണ്ട്, വിറച്ചിങ്ങനെ നിൽപ്പുണ്ട്. ഇതാണ് ആ ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റ്. അവസാനം ഗജവീരം വന്നു. ഗജവീരം വന്നപ്പോഴത്തേക്ക് യാക്കോബ് പുഷപ്പ് തുടങ്ങി. 1, 2, 3, 4, 7 പുഷപ്പ്. ഇവിടെ വേദോസ്തം പറയുന്നു, അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തിരുന്നു. 7 times he bowed. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, why Jacob prostrated 7 times before his brother? എന്തിനാണ് 7 തവണ യാക്കോബ് തന്റെ സഹോദരനായ ഏശാവിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്? വേദപുസ്തകത്തിൽ ഈ 3, 7 ചില കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഈ ദൈവമേ നീ പരിശുദ്ധ നീ 3 തവണ ഒരു പ്രാവശ്യം പറഞ്ഞ വീട്ടിൽ പോയ പോരെ, എന്തിനാ 3 തവണ വായിക്കുന്നത് എന്ന് ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ കേട്ടിട്ടുണ്ട്. 7 times. Why repetition? Repetition, we are not merely repeating the same thing, rather we are reaffirming. Repetition is not a mechanical repetition, it's a reaffirmation of our faith. യാക്കോബ് പറയുകയാണ്, സഹോദര, ഞാൻ പൂർണ്ണമായും നിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുക. I am giving completely to you my life. എന്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായും നിന്റെ കാൽക്കൽ ഏൽപ്പിക്കുന്നു. Just to point that this submission is complete, this submission is perfect. There is nothing I can do as best than this. ഇതിനപ്പുറമായി എനിക്ക് അപ്പുറമായി ഒന്നും പറയാനും നൽകാനും ഇല്ല എന്നതിന്റെ സൂചനയായി 7 തവണ യാക്കോബ് യേശാവിന് മുമ്പിൽ നമസ്കരിക്കുകയാണ്. ഇനിയാണ് ഇതിനകത്ത് അടുത്ത സീൻ വരുന്നത്. യേശാവ് അങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ട് അവന്റെ കഴുത്തേലോട്ട് അങ്ങ് പിടിച്ചു. അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം WWFന്റെ കാര്യം പറഞ്ഞു. WWF രണ്ടാമത്തെ സീനായത്. WWF കഴുത്തേലോട്ട് ഇങ്ങനെ പിടിച്ചു. നെക്ക് ലോക്കാണിത്. യാക്കോബ്, എന്റെ ദൈവമേ, തീർന്നു. അന്നേരം കഴിഞ്ഞ ദിവസം യാക്കോബ് ദൈവത്തെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് നോക്കിയേ, യേശാവ് യാക്കോബിനെ കയറി അങ്ങ് പിടിച്ചു. ഈ പിടിയിൽ 2 കാര്യം സംഭവിക്കും. ഒന്നിൽ യേശാവ് മുറുകിക്കഴിഞ്ഞാൽ ഞാൻ ഞെരിഞ്ഞമരും. യേശാവിനെ കെട്ടിപ്പിടിച്ചാൽ എനിക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. ഇവിടെ വേദപുസ്തകം വായിക്കുന്നത്, യേശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണ് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞ വാക്കുകൊണ്ട്, ഇരുവരും വായിച്ച് they wept. ഇരുവരും കരഞ്ഞു. കഥാപ്രിയരെ, എത്ര സുന്ദരമാണ് ഈ സ്ഥലം. യാക്കോബ് ഇങ്ങനെ, യേശാവ് ഇങ്ങനെ കുടുക്കി ഇങ്ങനെ ഇട്ടിരിക്കുക. ഇങ്ങനെ എന്റെ കർത്താവ് എന്തോ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ പിടുത്തം മാറ്റി യേശാവ് പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്ത് കരയുന്നതായി കാണുകയാണ്.
ഒരു എഴുത്തുകാരൻ എഴുതിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുഞ്ചിരിയോടുകൂടെ വന്ന് കെട്ടിപ്പിടിക്കും, എന്നിട്ട് പിന്നിലൂടെ കടാരയിട്ട് കുത്തും. പുഞ്ചിരിയോടുകൂടെ വന്ന് കെട്ടിപ്പിടിക്കും, പിന്നിൽ നിന്ന് കടാരയോടുകൂടെ കുത്തും. യേശാവ് മുമ്പിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഇവിടെ കരയുകയാണ്. രണ്ടുപേരും ഈ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച എല്ലാ വഴിവിട്ട അനുഭവങ്ങളും പറഞ്ഞ് കരഞ്ഞ് അവർ റിക്കൺസൈൽ ചെയ്യുകയാണ്. ഞാൻ പറയട്ടെ, ഒരല്പം കാവ്യ ഭാഷയിൽ ഞാൻ പറയട്ടെ, വിത്ത് their tears there formed a fountain of reconciliation. With their tears there formed a fountain of reconciliation. അവരുടെ കണ്ണുനീര് കൊണ്ട് അനുരഞ്ജനത്തിന്റെ ഒരു പുഴ അവിടെ ഉണ്ടായി. അവരുടെ കണ്ണുനീര് കൊണ്ട് അനുരഞ്ജനത്തിന്റെ ഒരു പുഴ അവിടെ ഉണ്ടായി. കർത്താവിൽ പ്രിയരെ, നമ്മുടെ രൂപാന്തര ജീവിതം നമ്മളെ തീർച്ചയായിട്ടും രൂപാന്തരത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാനുള്ള മലങ്കര മാർത്തോമാ സുറിയാനി സഭ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ എലിജിബിലിറ്റി എന്ന് പറയുന്ന IAS വേണമെന്നില്ല, ഡോക്ടറേറ്റ് വേണമെന്നില്ല, PhD വേണമെന്നില്ല. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൺഫെഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അച്ഛന്മാരോട് പറയാറുണ്ട്, കൺഫെഷനിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ കുർബാന കൊടുക്കരുത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് കൺഫെഷന് മുമ്പെങ്കിലും വന്ന് കയറണേ എന്ന് അച്ഛന്മാർ ചിലരൊക്കെ പറയുന്നത്. കാരണം കൊടുക്കാതെ വന്ന ടെൻഷൻ ആവുമല്ലോ. അതുകൊണ്ട് അനുദപിക്കാത്തവർക്ക് മേശയിൽ പങ്കില്ല എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അതിനോട് കൂടെ ചേർന്ന് തന്നെ ദ കമ്മ്യൂണിയൻ പ്രോപ്പർ നമുക്കറിയാം. നമുക്ക് 3 ഭാഗങ്ങളുണ്ട്. 1 തുബ്ദേനുണ്ട്, 2 മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഉണ്ട്, 3 മിനിസ്ട്രി ഓഫ് ദ ടേബിൾ ഉണ്ട്. ഇങ്ങനെ 3 ശുശ്രൂഷയാണ് നമ്മുടെ കുർബാനയുടെ ശുശ്രൂഷ. അതുകൊണ്ട് 3ാമത് ശുശ്രൂഷയ്ക്ക് പറയുന്ന പേരാണ് കമ്മ്യൂണിയൻ പ്രോപ്പർ. അവിടെയാണ് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത്. വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? വിത്ത് ദ കിസ് ഓഫ് പീസ്. സ്നേഹത്തിന്റെ ചുംബനം കൊടുത്തിട്ടാണ് വിശുദ്ധ കുർബാന ഞാൻ കാണുന്നത്. ദിസ് ഇസ് എ കിസ് ഓഫ് പീസ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കിസ് ഓഫ് പീസ് ആണ്. യാക്കോബും ഏസാവും ഇപ്പോൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. They are going to enter into a meal. They are going to enter into a communion. And before that, they are exchanging that kiss of peace. കർത്താവിൽ പ്രിയരെ, ഞാനിതൊന്ന് ചോദിക്കട്ടെ. ഈ പള്ളിയിൽ ഒരാളോടെങ്കിലും എനിക്ക് നിരക്കാൻ പറ്റുന്നില്ലെങ്കിൽ, if I am not able to reconcile with one of the members of this parish, then I don't have any role in communion service. എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഒരു പങ്കുമില്ല. ഞാനത് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. കഴിഞ്ഞ 15 വർഷമായി ഈ ശുശ്രൂഷയിലായിരിക്കും. വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം. ഒരു ദിവസം പോലും ആരോടും ഒരു പ്രയാസം വെച്ചിട്ട് ഞാൻ ശുശ്രൂഷ എടുത്തിട്ടില്ല. It's very difficult. Practically it's very difficult. പറ്റില്ല. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. മുമ്പ് പറഞ്ഞ പോലെ പൂച്ചക്കുട്ടി എനിക്ക് തരും, പിള്ളേരെല്ലാം കൂടി. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചക്കുട്ടി എനിക്ക് കൊണ്ടു തരും, പിള്ളേരെല്ലാം കൂടി. കള്ളമാണെന്ന് ചിന്തിക്കും, പക്ഷേ സത്യമാണ്. കാരണം അതിന് വിശ്വാസത്തിന്റെ ആഴങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്ക് എന്റെ കൂടെ തിരുമേശയിൽ സംബന്ധിക്കുന്ന ആരോടെങ്കിലും അനുരഞ്ജനപ്പെടാൻ, താതാത്മ്യപ്പെടാൻ, അവന്റെ വേവ് ലെങ്തിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ എനിക്ക് പറ്റത്തില്ലെങ്കിൽ, നമ്മൾ പറഞ്ഞ് സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്ന ഭൂമിയിലേക്ക്, എ ഗോഡ് ഹു pitched his tent on the dirt, a God who pitched his tent in the dirt, സ്വർഗം തുറന്ന് സ്വർഗം ചായ്ച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിലെ ചെളിമണ്ണിൽ കൂടാരമടിച്ചവനാണ് കർത്താവ്. ആ കർത്താവിന്റെ ഇൻകാർണേഷന്റെ സെലിബ്രേഷൻ ആണ് ഹോളി കമ്മ്യൂണിയൻ സർവീസ്. അങ്ങനെയാണെങ്കിൽ ഈ മേശയിലിരിക്കുന്ന ആരോടെങ്കിലും എനിക്കൊരു കിസ് ഓഫ് പീസ് ആത്മാർത്ഥമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കിസ് ഓഫ് പീസ് കൊടുക്കാൻ തിരിയുമ്പോഴായിരിക്കും 3 വർഷമായിട്ട് പ്രശ്നമുള്ള ആളാണ്, വെയ്യ ഇങ്ങോട്ടങ്ങ് അപ്പുറത്തെ അച്ഛൻ്റെ അടുത്ത് സന്തോഷത്തോടെ കുഴപ്പമില്ല, അപ്പുറത്തെ ആള് കണ്ടിട്ടുമില്ല. ഒത്തിരി ആളുകൾ മാർത്തോമാ സഭയിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പള്ളിയിൽ വരുമ്പോൾ ഒന്നും മുഖം തരത്തില്ല അച്ഛ.
3 വർഷമായിട്ടൊന്നും മിണ്ടിയിട്ടില്ല അച്ഛൻ. ഞാൻ വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും പറയട്ടെ, this parish is to transact the word of God. The one and only agenda of this parish is to serve this word of God. ഈ തിരുവചനം വിളമ്പുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Our duty primarily is not administration. ഞാൻ എൻ്റെ പള്ളിയിലെ കമ്മിറ്റിയിൽ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്. Our duty is not administration. We are not taskmasters. We are not pharaohs. We are not pharaohs. We are not taskmasters. We are servers. കർത്താവ് ജീവൻ കൊടുത്തു തന്ന ഈ ട്രഷർ വിളമ്പുകാരാണ് നമ്മൾ. So our duty is pastoral, not administrational. ദേവാലയത്തിൽ വിശുദ്ധ മേശയിലേക്ക് വരുമ്പോൾ ഞാൻ പറയും, ഇതൊരു വലിയ സന്തോഷം, ഇതൊരു ഗ്രാൻഡ് ബാൻക്വറ്റ് ആണെന്നറിയോ. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ക്ലർജി കോൺഫറൻസിൽ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് സംബന്ധിക്കുന്നുണ്ട്. ഞാൻ അവിടെ കാണുന്നൊരു കാര്യം, അച്ഛൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കിസ് ഓഫീസ് നടക്കുമ്പോൾ, അച്ഛന്മാരുടെ കോൺഫറൻസിലാണ് നടക്കുന്നത്, കിസ് ഓഫീസ് നടക്കുമ്പോണ്ടല്ലോ അച്ഛന്മാരെല്ലാം ഇറങ്ങി അങ്ങ് പോയി എല്ലാവരും അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നാളെ മുതൽ നിങ്ങൾ ഇറങ്ങി അച്ഛൻ വഴക്ക് പറയും, അച്ഛൻ പറഞ്ഞിട്ട് പോയെന്ന് അച്ഛൻ പറയുന്നത് ഓർഡർ തെറ്റിന്ന് പറയും. അതുകൊണ്ട് ഞാൻ അത് പറയില്ലല്ല. കാരണം അവർ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ആരോടും എനിക്ക് ഒരു പ്രശ്നമില്ല. ദിസ് ഇസ് ദ ഫ്രൂട്ട് ഓഫ് ട്രാൻസ്ഫർമേഷൻ. ചേട്ടൻ അനിയനെ കണ്ട മിണ്ടത്തില്ല, സ്തോത്രമാണ് പറയുന്നത്, സ്തോത്രം ഹല്ലേലൂയ. അനിയനെ കണ്ട മിണ്ടത്തില്ല. ദീസ് ആർ കോൺട്രഡിക്ഷൻസ്. ഈ കോൺട്രഡിക്ഷൻ ഇവിടെ മാറുകയാണ്. യാക്കോബ് ഭയപ്പെട്ട് മരണം കണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലാബാൻ വന്ന് കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും പൊട്ടിക്കരയാണ്. ഇത് ടിയേഴ്സ് ഓഫ് ജോയ് ആണ്. ഇത് ആനന്ദത്തിന്റെ അശ്രുബിന്ദങ്ങളാണ്. ഇത് ആനന്ദത്തിന്റെ അശ്രുബിന്ദുക്കളാണ്. ഈ സന്തോഷം കൊണ്ട്, കാരണം ഇത്രയും നാള് പകയിൽ ജീവിച്ചു, ഇപ്പോൾ കെട്ടിപ്പിടിച്ച് അവർ ചേർന്ന് നിൽക്കുമ്പോൾ they are celebrating the transformation experience. അവര് ഈ രൂപാന്തരത്തിന്റെ അനുഭവം. സോ എന്താണ് പള്ളി, ബ്രിസ്റ്റൽ പള്ളി എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, you should be convinced enough to define this parish is a space to celebrate this transformation. ഈ ഏശാവും യാക്കോബും കണ്ടുമുട്ടിയപ്പോൾ ആനന്ദത്തിന്റെ കണ്ണുനീര് വന്നു പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഒത്തിരി സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരുമിച്ച് ആരാധിക്കാൻ ഒരു കമ്മ്യൂണിറ്റിയെ ദൈവം തന്നല്ലോ. ഒന്ന്, our transformation is real until it touches your relationship. 2, transformation that leads to a radical change in perceptions. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവണം. രൂപാന്തരം ഉണ്ടായ ഒരു വ്യക്തി ഇന്നലെ കണ്ടതുപോലെ കാര്യങ്ങളെ കാണാൻ അവകാശമില്ല. A transformed person has no right to see or perceive the realities of a normal worldly person. His sight, his insight, his perception and his lens should be entirely different from a worldly person, a carnal person. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനും അറിയാനും അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുവാനും കഴിവുണ്ടാകേണ്ട ഒരു മനുഷ്യനാണ് ഈ രൂപാന്തരം വന്ന മനുഷ്യൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണാം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. താൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും, ഇത്തരം ഏശാവ് ചോദിക്കുകയാണ്, താൻ വഴിക്ക് കണ്ട ആ കൂട്ടം ഒക്കെ എന്തിന് എന്നവൻ ചോദിച്ചതിന് യജമാനനോട് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്ന് പറഞ്ഞു. അതിന് ഏശാവ്, സഹോദര, എനിക്ക് വേണ്ടതുപോലെ ഉണ്ട്. നമുക്കിത് പറയാൻ പറ്റുമോ? എനിക്ക് വേണ്ടതുപോലെ ഉണ്ട്. ഇത് നല്ലൊരു വാക്കാണ് കേട്ടോ. എനിക്ക് മലയാളികൾക്ക് ഇല്ലാത്ത പോയൊരു സാധനം, ഇല്ലേ 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 ഇല്ലേ, എത്ര കിട്ടിയാലും ഇല്ലേ ഇല്ലേ ഇല്ലേ. ഏശാവ് പറയാണ്, എനിക്ക് വേണ്ടതുപോലെ. ട്രാൻസ്ഫോർമേഷന്റെ വാക്കുകളാണ് ഇതൊക്കെ കേട്ടോ. എനിക്ക് വേണ്ടതുപോലെ ഉണ്ട്. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ. ദൈവം എന്നോട്, നിങ്ങൾ ചേർന്ന് വായിച്ചോ, അടുത്ത വാക്യം ഇമ്പോർട്ടന്റാ, പറയട്ടോ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു. ബാക്കി വായിച്ചേ കേൾക്കുന്നില്ല. ആരുണ്ട് ഇങ്ങനെ മുറമുറ? എനിക്ക്
എനിക്ക് വേണ്ടവോളമുണ്ട്. ആരായത് പറഞ്ഞേ? സാക്ഷാൽ യാക്കോബ്. I have enough with me. എനിക്ക് വേണ്ടവോളമുണ്ട്. ഓർക്കണം, ഒരു നാൾ വല്ലവന്റെയും കയ്യിലിരുന്നത് തട്ടിപ്പറിക്കാൻ വേണ്ടി ഓടിയവനാണ് യാക്കോബ്. നമ്മൾ പറഞ്ഞല്ലോ ഈ ബർത്ത് റൈറ്റ് എന്നൊക്കെ പറഞ്ഞു. ബർത്ത് റൈറ്റ് എന്താ ഈ ബർത്ത് റൈറ്റ്? ജ്യേഷ്ഠാവകാശം എന്തുവാ? അതൊരു ടൈറ്റിൽ അല്ല. ഒരു യഹൂദ പാരമ്പര്യത്തിൽ ഈ ജ്യേഷ്ഠാവകാശം ഉള്ള ആൾക്കാണ് ഡബിൾ പോർഷൻ ഓഫ് പ്രോപ്പർട്ടി. സ്വത്ത് തർക്കം അങ്ങനെ സാധനം കേട്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ ആളുകൾ കേട്ടിട്ടില്ല അല്ലേ? ഇല്ല. വേലിക്കല്ല് മാറ്റി വെക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതിരുകൾ മാറ്റി വെക്കുന്നത് കേട്ടിട്ടുണ്ടോ? അന്നേരം ഡബിൾ പോർഷൻ ഓഫ് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയുടെ പ്രിവിലേജ് ഉള്ള ഒരു റൈറ്റ് ആണ് ബർത്ത് റൈറ്റ്. ഇത് കളിപ്പിച്ചവനാണ് ഈ യാക്കോബ്. ഈ യാക്കോബ് ഇപ്പോൾ ഏശാവിന് രൂപാന്തരം ഉണ്ടായപ്പോൾ യാക്കോബ് ഏശാവിന് കൊട്ടക്കണക്കിന് സമ്മാനങ്ങൾ വെച്ചിട്ട് പറയാ, ദയവായി ഈ സമ്മാനം ഒന്ന് സ്വീകരിക്കണമേ. പ്ലീസ് ഡു അക്സെപ്റ്റ് മൈ ഗിഫ്റ്റ് ബിക്കോസ് ഐ ഹാവ് ഇനഫ് വിത്ത് മീ. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. വൺസ് ജേക്കബ് വാസ് എ ഗ്രാബർ. Jacob only knows to grab, to receive. But now Jacob is a giver. This is a transformation. ഒരു കാലത്ത് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി ജീവിച്ച, ആർത്തിയോടുകൂടെ ജീവിച്ച ഒരു യൂട്ടിലിറ്റേറിയൻ ട്രാൻസാക്ഷണൽ ലൈഫ് ചെയ്ത യാക്കോബ് ഇപ്പോൾ he is giving in plenty. He is generous. He is a generous, cherished giver. ആനന്ദത്തോടുകൂടെ കൊടുക്കുന്ന. നമ്മൾ കേട്ടല്ലോ, യാക്കോബ് ചൈത്ത് കൊടുത്തു. മർത്തോമ സഭയ്ക്ക് ചൈത്തുണ്ടോ? ദൈവം ഇത്രത്തോളം നമ്മളെ നയിച്ചില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വടി മാത്രം തിരിച്ചു വന്നപ്പോൾ he came as a multi-millionaire. ദൈവത്തിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? Jacob started a new practice to offer tithe. Jacob is a giver now. ഇപ്പോൾ യാക്കോബ് കൊടുക്കുന്നതിന് സന്തോഷം കാണി. അതുകൊണ്ട് വെട്ടിപ്പിടിക്കുന്നതല്ല, വിട്ടുകൊടുക്കുന്നതാണ് രൂപാന്തരത്തിന്റെ ഫലം എന്ന് യാക്കോബ് തിരിച്ചറിയുകയാണ്. Not holding but giving in plenty, giving in a generous spirit is the fruit of transformation എന്ന് യാക്കോബ് ഇവിടെ തിരിച്ചറിയുകയാണ്. വീണ്ടും യാക്കോബ് ഇത്രയും നാളും ജ്യേഷ്ഠനെ കണ്ടത്, ഹൗ ക്യാൻ ഐ യൂസ് മൈ ബ്രദർ? ഇതൊരു കൺസ്യൂമറിസ്റ്റിക് സൈറ്റാണ്. ഹൗ ക്യാൻ ഐ യൂസ് മൈ ബ്രദർ? ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, നമ്മൾ തിരുമേശയിൽ വരുമ്പോൾ നമ്മൾ സാധാരണ പറയും, ഞാൻ അപ്പവും വീഞ്ഞും കഴിച്ച് അനുഗ്രഹിക്കപ്പെട്ടു. I received the body and blood of Christ and I am blessed. ഇത് പറഞ്ഞ് നിർത്തിയിട്ട് പള്ളിയിൽ നിന്ന് പോയാൽ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും, we are using the Lord. We are using the Lord. Why we are here in the communion? The answer is very clear. We are here to struggle with the Lord, to know, Lord, how can I be useful to you? Instead of using you, I'm curious to know how I can be useful to you. നിന്നെ എങ്ങനെ ഉപയോഗിച്ച് ഞാൻ ജീവിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായി എന്റെ ഈ കൊച്ചു ജീവിതം നിനക്കെങ്ങനെ ഉപകാരപൂർണമായി തീരും എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറിയാൻ ഞാൻ ബ്രിസ്റ്റൽ പള്ളിയിൽ ആയിരിക്കുന്നു കർത്താവേ എന്ന് പറയാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നലെ രാത്രിയിൽ ദൈവത്തെ കണ്ടവൻ, ഇതെനിക്ക് വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു മെസ്സേജാണ് കേട്ടോ. The one who saw God yesterday night saw God in his brother today. ഇന്നലെ രാത്രിയിൽ യാബോക്കിന്റെ നദീതീരത്തിൽ വെച്ച് ദൈവത്തെ കണ്ടവൻ ഇന്ന് പകലിൽ തന്റെ സഹോദരൻ വന്നപ്പോൾ സഹോദരന്റെ മുഖത്ത് ഒരു ദൈവത്തെ കാണുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഭാര്യയിൽ ഒരു ദൈവത്തിന്റെ മുഖം നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? ഭാര്യമാരോട് ഞാൻ ചോദിക്കട്ടെ, ഭർത്താവിൽ ഒരു ദൈവത്തിന്റെ മുഖം, ഭർത്താവും കർത്താവും ഏകദേശമൊക്കെ പ്രാസമൊക്കെ അടുത്തൊക്കെ ഉണ്ട്. ഭർത്താക്കന്മാരെ മുഖത്തൊരു ദൈവത്തിന്റെ മുഖം കണ്ടില്ലേ? അങ്ങനെ ഇരിക്കുന്നു.
കർത്താവിന്റെ മുഖം കാണാൻ സാധിക്കും. കൂട്ടുകാരനിൽ ഒരു കർത്താവിന്റെ മുഖം കാണാൻ പറ്റും. എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ മുഖാമുഖം കണ്ടവന്. ഞാൻ എൻ്റെ പള്ളിയിൽ എന്നും പറയും, ഒരു ദിവസമുള്ള ഒരു കുഞ്ഞിനെ കണ്ടാലും അവനിലൊരു ദൈവമുണ്ടെന്ന് കാണാൻ പറ്റും. അതിന് കാരണം, that child is here to say something unique to you. That child is here to say, that child is carrying a special message of heaven. നമ്മൾ കുഞ്ഞെ വാവേ വാവേ എന്ന് പറഞ്ഞു. പക്ഷെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, കുഞ്ഞിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ കുഞ്ഞ് പറയും, എനിക്ക് എൻ്റെ അമ്മയോട് എന്താ പറയാനുള്ളത്. നോക്കിയാൽ ആ കുഞ്ഞ് പറയും, എനിക്ക് എൻ്റെ അപ്പനെ നോക്കണ്ടേ. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും, ഇതെല്ലാം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഗവേഷണം നടത്തി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. കുഞ്ഞിനെ നോക്കിക്കേ, അതെല്ലാം മാറ്റി വെച്ചിട്ട് സ്വന്തം മകനെ നോക്കി, അവന് ചിലത് നിങ്ങളോട് പറയാനുണ്ട്. യേശാവിനോട് യാക്കോബ് പറയുന്നു, സഹോദര, ഇന്നലെ വരെ ഞാൻ ജീവിച്ചതുപോലെ അല്ല കേട്ടോ ഈ സഹോദരനെ. ഇന്നലെ ഞാൻ എൻ്റെ കർത്താവിനെ മുഖാമുഖം കണ്ടു. I wrestled with him. I had a ladder experience. I had a WWF experience. ഞാൻ എൻ്റെ ദൈവത്തെ മുഖാമുഖം കണ്ടു. ഇന്ന് ഞാൻ എൻ്റെ സഹോദരനും ദൈവത്തെ കാണും. 3, ചേഞ്ച് ഇൻ പെർസെപ്ഷൻ. 3, വാട്ട് ഈസ് ഡെത്ത്? മരണം. നമ്മളെല്ലാം മരിക്കും കേട്ടോ, അധികം പ്രതീക്ഷിക്കണ്ട, നമ്മളെല്ലാം മരിക്കും. സമാധാനത്തോടെ. ഇന്ന് അച്ഛന് ആദ്യം പറഞ്ഞു, അച്ഛൻ്റെ അവസാനത്തെ മെസ്സേജ് ആണെന്ന് പറഞ്ഞു. നാളെ മുതൽ പ്രസംഗിക്കാൻ എനിക്ക് പെർമിഷൻ ഇല്ല. നമ്മളെല്ലാം മരിക്കും. പക്ഷേ അതാണോ മരണം? വേദപുസ്തകത്തിൽ കാറ്റ് പോകുന്നതല്ല മരണം, സത്തുപോകുന്നതാണ് മരണം. ചത്തുപോകുന്നതല്ല മരണം, സത്തുപോകുന്നതാണ് മരണം. എന്താണ് സത്ത്? When I alienate myself from my brother, I am dying. കയീനും ഹാബേലും വേദപുസ്തകത്തിൽ ഒരു മകുടമായ ഒരു ക്ലാസിക് ഇലുസ്ട്രേഷനാണ്. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് കണ്ടപ്പോൾ Cain became jealous to Abel. On that moment, his death happened. ആ നിമിഷം കയീൻ മരിച്ചു. വേദപുസ്തകം പറയുന്ന ഹാബേൽ കൊല്ലപ്പെട്ടു എന്നാ പറയുന്നത്. പക്ഷേ വേദപുസ്തകത്തിന്റെ ആത്മാവിൽ കയീൻ മരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അബൂച്ച, അച്ഛൻ ഇപ്പോൾ എത്ര തവണ മരിച്ചു കഴിഞ്ഞു? നമ്മൾ സാധാരണ മരിക്കുമ്പോൾ മൂക്കി പഞ്ഞു വെക്കും, സമയമേരത്തിൽ. ഇതാണ് മരണത്തിന്റെ കാഴ്ചപ്പാട് നമുക്കുള്ളത്. ആ കാഴ്ചപ്പാടും അത് ഭാഗ്യമാണ് കേട്ടോ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാരണം മരണം ഭാഗ്യമുള്ളത് കൊണ്ടാ. അതുകൊണ്ടാണ് സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്ക് വർണ്ണിക്കാമെന്ന് പാട്ടുകാരൻ പാടിയത്. അല്ലെങ്കിൽ അങ്ങനെ പാടത്തില്ല. എന്നാൽ ഏറ്റവും വലിയ മരണം എന്ന് പറയുന്നത്, എൻ്റെ പൊന്നോമന സഹോദരൻ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് അവന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ ഞാനിങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ ഉണ്ടല്ലോ, നിൽക്കുമല്ലോ, ആ നിപ്പിന് പറയുന്ന പേരാണ് മരണം. ഡെത്ത് ഈസ് നോട്ട് സ്റ്റില്ലിംഗ് ദ ബ്രത്ത്. മരണം എന്നത് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നതല്ല. ഇറ്റ് ഈസ് എസ്ട്രേഞ്ച്മെന്റ് ഓഫ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ കട്ട് ചെയ്യുന്നതാണ് മരണം. ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നത് മരണമാണ്. അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നത് മരണമാണ്. സഹോദരനിൽ നിന്ന് മാറിപ്പോകുന്നത് മരണമാണ്. അതുകൊണ്ട് യാക്കോബ് പറയാൻ ശ്രമിക്കുന്നത് 7 തവണ ഇങ്ങനെ സാഷ്ടാംഗം വീണ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പുഷപ്പെടുത്തതിന്റെ കാരണം സഹോദരനോട് പറയാണ്, സഹോദരാ, ഞാൻ മരിച്ചവനായിരുന്നു. മുടിയനായ പുത്രൻ പറഞ്ഞ കാര്യം എന്തുവാ? അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോടും നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനും പറയുന്നത് തന്നെയാണ്, ഞാൻ മരിച്ചവനായിരുന്നു. കർത്താവിൽ പ്രിയരെ, ഒരു മർത്തോമക്കാരന് ഇങ്ങനെ ഒരു മരണം ഉണ്ടാകരുത്. ഒരു മർത്തോമക്കാരന് ഒറ്റ മരണമേ ഉണ്ടാകാവൂ. അത് ഭാഗ്യമുള്ള മരണമായി. അത് സ്വർഗഭാഗ്യം ആർക്ക് യോഗ്യം എന്ന് ആ പാട്ടുകാരൻ ചോദിക്കുന്നത് പോലെ ആ മരണത്തിലൂടെ സ്വർഗഭാഗ്യം ലഭിക്കുന്ന അനുഭവമായ മരണമായി തീരണം.
അല്ലാതെയുള്ള മരണങ്ങൾ വേദപുസ്തകത്തിൽ അപകടം നിറഞ്ഞ അനുഭവങ്ങളാണ് എന്ന് കാണാം. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, ഈ രൂപാന്തരത്തിന്റെ ജീവിതാനുഭവം നമ്മളോട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സൂക്ഷിക്കാനായി ആവശ്യപ്പെടുകയാണ്. മാരാമൺ കൺവെൻഷനിൽ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ആഫ്രിക്കൻ ബിഷപ്പ് വന്നു. അതിന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കഥയാണ്. he belongs to the tradition of Simon the Cyrene. കുറേനക്കാരനായ സിമോൻ. ആരാ കുറേനക്കാരനായ സിമോൻ? ആരാ? One who lifted the cross of Jesus Christ. അദ്ദേഹം ട്രഡീഷൻ പറയുന്നത് അദ്ദേഹം ബിഷപ്പായെന്ന് പറയും. ഈ ബിഷപ്പിന്റെ കൊച്ചുമകൻ ചോദിച്ചു, അപ്പച്ച, എന്തിനാണ് പട്ടാളക്കാര് ക്രൂശ് എടുക്കാൻ പറഞ്ഞു? ക്രൂശ് എടുത്തു. പട്ടാളക്കാർ പോയപ്പോ ക്രൂശ് ഇടാൻ പോയാൽ പോരായിരുന്നു. പട്ടാളക്കാർ പറഞ്ഞു ഇവിടുന്ന് ഇവിടെ വരെ ക്രൂശ് എടുക്കാൻ പറഞ്ഞു. അവിടുന്ന് അവിടെ വരെ ക്രൂശ് എടുത്തിട്ട് പിന്നെന്തിനാ ഈ ക്രൂശ് കൊണ്ട് നടക്കുന്നത്? അത് അവിടെ ഇട്ടിട്ട് പോയാൽ പോരായിരുന്നു. അപ്പച്ചൻ ഇന്നും ഈ ക്രൂശ് ഇട്ടിട്ടാണ് നടക്കുന്നത്. ബിഷപ്പ് ഈ ക്രൂശ് കൊണ്ടാണ് നടക്കുന്നത്. ഇതെന്തിനാണ് അപ്പച്ച എന്ന് ചോദിച്ചപ്പോൾ ഈ ബിഷപ്പ് കൊച്ചുമോനോട് പറഞ്ഞു കൊടുത്തൊരു മറുപടി വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. മോനെ, ഞാൻ അനേകർ ക്രൂശിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അനേകർ ഇതുപോലെ ക്രൂശും കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അനേകർ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്രൂശിൽ പ്രാണവേദന സഹിക്കുമ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ ആം ക്യാരിങ് ദിസ് ക്രോസ്. ഈ ക്രോസ് ഞാൻ വഹിക്കുന്നതിന്റെ കാരണം I know this cross is entirely different from all other capital punishments. മറ്റുള്ളവർക്ക് കൊടുത്ത വധശിക്ഷയെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു രക്ഷയുടെ അടയാളമാണ് ഈ കുരിശ് എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രൂശുമായി നടക്കുന്നത് എന്ന് ഈ അപ്പച്ചൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയുകയാണ്. കർത്താവിൽ പ്രിയരെ, ഇങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു ട്രാൻസ്ഫോംഡ് എക്സ്പീരിയൻസ് നമ്മളെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലേക്ക് നയിക്കുന്നുണ്ടോ? അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് കൊച്ചുപ്രായത്തിൽ തന്നെ ഈ ഒരു ട്രാൻസ്ഫോംഡ് എക്സ്പീരിയൻസ് ജീവിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. 2, 3 അവസാനത്തെ കാര്യം, ഇപ്പോഴത്തെ ഏറ്റവും വലിയ സുവിശേഷം, ഇപ്പോൾ മെസ്സേജ് അവസാനിക്കുന്നു എന്നുള്ളതാണ്. ട്രാൻസ്ഫോംഡ് ലൈഫ് ഈസ് എ കോൺസിക്രേറ്റഡ് ലൈഫ്. ട്രാൻസ്ഫോംഡ് ലൈഫ് ഈസ് എ കോൺസിക്രേറ്റഡ് ലൈഫ്. രൂപാന്തരപ്പെട്ട ജീവിതം ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാണ്. ട്രാൻസ്ഫോംഡ് ലൈഫ് ഈസ് എ കോൺസിക്രേറ്റഡ് ലൈഫ്. 18, 19, 20 വാക്യങ്ങൾ. യാക്കോബ് പദൻ അരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു. ഇനി ശ്രദ്ധിക്കണേ, താൻ കൂടാരമടിച്ച നിലം ശെഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവനൊരു യാഗപീഠം പണിത് അതിന് എൽ ഏലോഹേ ഇസ്രായേൽ എന്ന പേരിട്ടു. എനിക്ക് ഈ പേരിടിയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൽ ഏലോഹേ ഇസ്രായേൽ എന്ന പേരിട്ടു. സുന്ദരമായ ചിത്രമാണ്. കർത്താവിൽ പ്രിയരെ, Jacob is having a transformed life, and with conviction I can say this transformed experience is leading him to a consecrated life. ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം. നമ്മൾ പറയും this is a consecrated church. This is a consecrated church. What about the people who worship in the church? Can we define our ecclesiology in such a way? Our church is a gathering of consecrated lives. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളുടെ കൂട്ടമാണ് സഭ എന്ന് നമുക്ക് നമ്മുടെ സഭയെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇവിടെ യാക്കോബ് ജീവിതത്തിൽ ആദ്യമായി തേരോട്ടം, പടയോട്ടം അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ യാക്കോബ് ഓടുകയായിരുന്നു, ഇങ്ങനെ ഓടുകയായിരുന്നു. Jacob decided to rest. Jacob decided to settle. യാക്കോബ് നോക്കണേ, കൂടാരമടിച്ച നിലം ശെഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വിലയ്ക്ക് വാങ്ങി. He purchased, he paid the price for the land. വിലയ്ക്ക് വാങ്ങി. He erected an altar there. അന്നേരം നോക്കണേ, യാക്കോബ് ഒരു പ്രാക്ടീസ് ആരംഭിക്കുകയാണ്. ജീവിതത്തിൽ എവിടെ കൂടാരമടിച്ചോ ആ കൂടാരത്തിൽ ഒരു യാഗപീഠം ഉണ്ടായി. ജീവിതത്തിൽ എവിടെ കൂടാരമടിച്ചോ ആ കൂടാരത്തിൽ ഒരു യാഗപീഠം ഉണ്ടായിരിക്കും.
കർത്താവിൽ പ്രിയരെ, യാഗപീഠം പള്ളിയിൽ വെച്ചിട്ട് നമ്മൾ പോകാറില്ലേ? നമ്മുടെ വീട്ടിലൊരു യാഗപീഠമുണ്ടോ? നമ്മുടെ വീട്ടിലൊരു യാഗപീഠമുണ്ടോ? പള്ളിയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓൾട്ടർ? ഒരു ഫാമിലി ഓൾട്ടർ നമുക്കുണ്ടോ? ഫാമിലി ഓൾട്ടർ നമുക്കുണ്ടോ? കുടുംബ പ്രാർത്ഥന നമുക്കുണ്ടോ? ഒരു കുടുംബ സംസാരം നമുക്കുണ്ടോ? ഒരു കുടുംബ സംവാദം നമുക്കുണ്ടോ? യാക്കോബ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, എന്റെ വീട്, ഞാൻ താമസിക്കുന്ന ടെന്റ് ഇതാണെങ്കിൽ there will be an altar near to my tent. എന്റെ വീടിന്റെ അടുത്ത് തന്നെ എന്റെ യേശുവിന്റെ സഞ്ചാരികളുടെ ദൈവം. God is a God of travelers. God is not a God of stationary. God is not a God of idols. ഇങ്ങനെ സ്തൂപങ്ങൾ ഇരിക്കുന്നത് പോലെ ഒരിടത്ത് ഇങ്ങനെ തളം കെട്ടിയിരിക്കുന്നതല്ല ദൈവം. As I move, my God is also moving with me. അതുകൊണ്ടാണ് ഈ Exodus, the book of Exodus, the book of Genesis gives a notion of God. God is a God of travelers. God is always in move. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. യുദ്ധത്തിന് പോയപ്പോൾ യുദ്ധത്തിൽ സൈന്യങ്ങളുടെ ഹോവേ, ദാവീദ് പറയുന്നു, സൈന്യങ്ങളുടെ ഹോവേ, one who leads the war, a God who travels. എന്നോടുകൂടെ സഞ്ചരിക്കുന്നവനായിട്ടുള്ള ഒരു ദൈവം. കർത്താവിൽ പ്രിയരെ, ഒരു ഓൾട്ടർ പണിഞ്ഞിട്ട് പേരിടുകയാണ്, എൽ എലോഹി ഇസ്രായേൽ. നമ്മൾ 3 പുതിയ പേരുകൾ പഠിച്ചു. 1 ബഥേൽ, 2 പെനുവേൽ, 3 എൽ എലോഹി ഇസ്രായേൽ. ബഥേൽ എന്ന വാക്കിന്റെ അർത്ഥം, ബത്ത് മീൻസ് ഹൗസ്, എൽ മീൻസ് ഗോഡ്, ഹൗസ് ഓഫ് ഗോഡ്. ഈ ബഥേൽ എന്റെ ദൈവത്തിന്റെ ഭവനമാണ്. ദിസ് ഇസ് നോട്ട് an isolated place. This is the house of God. Peniel, Penu means face, El means God. I saw God face to face. Hence, from this time onwards, this place will be called Peniel. ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു. Peniel. 3 El Elohi Israel. Yesterday, യാക്കോബിന്റെ പേര് മാറ്റി, യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്നാക്കി. അവൻ ഇപ്പോൾ തലയാണ്, ചിന്നത്തലയല്ല, പെരുന്തലയാണ്. ഇപ്പോൾ അവന്റെ തലൈവരുടെ തല മാറിയിരിക്കുകയാണ്. അവനിപ്പോൾ ബഹുജാതികളുടെ പിതാവാണ്. ഹി ഈസ് എ ട്രൈബൽ ചീഫ്. ഇസ്രായേലാണ് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ യാക്കോബ് തിരിച്ചു പറയുകയാണ്, എന്നെ നീ ഇസ്രായേലാക്കിയെങ്കിൽ ഈ ഓൾട്ടർ ഇനി മുതൽ ഇങ്ങനെ അറിയപ്പെടും, എൽ എലോഹി ഇസ്രായേൽ. എലോഹി എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ്, എൽ എന്ന് പറഞ്ഞാൽ ഗോഡ്. God is the God of Israel. തന്റെ മക്കളോട്, ഈ ട്രൈബിനോട് ട്രൈബൽ ചീഫ് പറയാണ്, മക്കളെ, നമ്മൾ ഇതുവഴി പോകുന്ന സമയത്ത് നമ്മളെ പ്രീതിപ്പെടുത്തുന്ന ധാരാളം ദൈവങ്ങൾ കാണും കേട്ടോ. ധാരാളം ദൈവങ്ങൾ കാണും. നമ്മുടെ സംസ്കാരങ്ങളിൽ ധാരാളം ദൈവങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾ ദൈവങ്ങളുണ്ട്. നമ്മൾ ഇന്ന് സ്നേഹിക്കുന്നതെല്ലാം ദൈവങ്ങളാണ്. ദൈവത്തിന്റെ അപ്പുറമായി ഏതെങ്കിലും സാധനത്തെ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ദൈവങ്ങളാണ്. യാക്കോബ് പറയുകയാണ്, മക്കളെ, ഇങ്ങനെ ധാരാളം ദൈവങ്ങളെ കാണും. എന്നാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, എന്റെ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്. എന്റെ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്. ഗോഡ് ഇസ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ. തീർന്നിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 47-ാമത്തെ അധ്യായത്തിൽ അതിന്റെ അവസാനത്തെങ്കിലേക്ക് വരുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ജേക്കബ് ഇപ്പോൾ റിസറക്ട് ചെയ്യാൻ പോവുകയാണ്. യാക്കോബ് ഇപ്പോൾ ഉയർക്കാൻ പോവുകയാണ്. 47-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യം നോക്കുമ്പോൾ, ഈ അനുഗ്രഹിക്കപ്പെട്ടവനായ യാക്കോബ്, ഇസ്രായേലായ യാക്കോബ് നിൽക്കുന്നത് ഒരു പിച്ചച്ചട്ടിയുമായിട്ടാണ്. കാണാൻ പറ്റുന്നുണ്ടോ? 47-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, ഒരു പിച്ചച്ചട്ടിയുമായിട്ട്. എന്താ സംഭവിച്ചത്? ഇസ്രായേലിൽ ക്ഷാമം. ഇസ്രായേലിൽ ക്ഷാമം ഉണ്ടായപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. എങ്ങോട്ട് ഓടിപ്പോയി? മിസ്രൈമിലേക്ക് ഓടിപ്പോയി. അന്ന് ഈജിപ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ പവറാണ്. ഈജിപ്തിലെ കിങ് എന്ന് പറയുന്നത് സൂപ്പർമാനാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് പോലെ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ റൂളർ ഓഫ് ദ വേൾഡ് എന്ന് ഒക്കെ പറയാവുന്ന ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മുമ്പിൽ ഒരു ചട്ടിയും കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് ധാന്യങ്ങൾ തരണം. എന്നാൽ ആ ഭാഗം അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ റിവേഴ്സ് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ്. ഫറവോൻ പറയുകയാണ്, തല കുനിച്ചിട്ട് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചാൽ
യാക്കോബ് പട്ടണിക്കാരനാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് പേര് കൊടുക്കുക, യാക്കോബ് പട്ടണിക്കാരനാണ്. ഫറവോൻ ആരാണ്? പട്ടാളക്കാരനാണ്. യാക്കോബ് ആരാണ്? പട്ടണിക്കാരനാണ്. പട്ടണിക്കാരൻ പട്ടണി മുറ്റി പട്ടാളക്കാരന്റെ മുമ്പിൽ പ്രാണരക്ഷാർത്ഥം നിന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, പട്ടണിക്കാരൻ പട്ടാളക്കാരനെ അനുഗ്രഹിച്ച പട്ടക്കാരനായി മാറി. Jacob went as a pauper. Jacob went as a beggar. He went as a pauper. ഒരു ഭിക്ഷക്കാരൻ, ഒരു പിശുദ്വരനായി യാക്കോബ് ഫറവോന്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ രാജാവിനെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ പദവി. നിങ്ങൾ ആരും പോയി അച്ഛനെ പോയി അനുഗ്രഹിക്കാറില്ല. ബിഷപ്പ് കൈമൂത്ത് വരുമ്പോൾ ബിഷപ്പിനെ ഞാൻ കൈമൂത്ത് കൊടുക്കും. ആരെങ്കിലും പറയൂ ബിഷപ്പിന് കൈമൂത്ത് കൊടുത്ത്? ഇമ്പ അച്ഛൻ പറഞ്ഞ പോലെ കല്യാണത്തിന് എങ്ങനെ തിരിച്ച് അച്ഛനെ കണ്ടിരിക്കട്ടെ. നമ്മൾ ബിഷപ്പിന് കൈമുത്ത് കൊടുക്കാറില്ല. ബിഷപ്പിന്റെ കൈമുത്ത് സ്നേഹത്തോടെ, ബിഷപ്പിന്റെ കൈമുത്ത് സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ കരങ്ങളാണ് നാം ശ്രദ്ധിക്കുന്നത്. വി ആർ കിസ്സിംഗ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. ഇവിടെ ഭിക്ഷക്കാരനായി യാക്കോബ് നിൽക്കുമ്പോൾ രാജാവ് പറയുകയാണ്, നീ യു ആർ എ മാൻ ഓഫ് ഗോഡ്, യു ആർ എ മാൻ ഓഫ് ഗോഡ്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവപുരുഷനാണ്, നീ എന്നെ അനുഗ്രഹിക്കണേ. പട്ടണിക്കാരൻ പട്ടാളക്കാരനെ അനുഗ്രഹിച്ച പട്ടക്കാരനായി മാറുകയാണ്. തീർന്നിട്ടില്ല. 50-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങളാണ്. 50-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈജിപ്തിൽ യാക്കോബ് 130 വയസ്സായപ്പോൾ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഈജിപ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്. 70 ദിവസം the Egyptian government declared 70 days of lament and mourning. യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈജിപ്റ്റ് രാജ്യം ഒരു ഭിക്ഷക്കാരനായി, ഒരു ഷെപ്പേർഡാണ്, ഒരു ആട്ടിടയനാണ്, ഒരു ഭിക്ഷക്കാരനാണ്. ഭിക്ഷക്കാരനായി കയറി വന്നൊരു മനുഷ്യൻ മരിച്ചപ്പോൾ ഈജിപ്റ്റ് രാജ്യം 70 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. കേരളത്തിൽ നിന്ന് വന്ന ഞാൻ ഈ രാജ്യത്ത് മരിച്ചു വീണാൽ ഈ രാജ്യത്ത് ആരെങ്കിലും കരയുമോ? യാക്കോബ് ഒരു ഭിക്ഷക്കാരനായി ആ നാട്ടിൽ ഒരു മൈഗ്രന്റായി വന്നു കയറി, വിസ കിട്ടി വന്നു കയറിയതാണ്. മൈഗ്രന്റായി വന്നു കയറി. ആ മനുഷ്യൻ മരിച്ചപ്പോൾ രാജാവ് രട്ടിലും വെണ്ണീരിലും ഇരുന്നു. ജനം മുഴുവൻ ലമന്റിലായിരുന്നു, വിലാപത്തിലായിരുന്നു. 70 days of lament. Came as a beggar, but the nation venerated him as a saint and embalmed him in royal dignity. ഒരു ഭിക്ഷക്കാരനായി കയറി വന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു സെയിന്റായി, ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും അവന് രാജപദവിയോടുകൂടെ അവന്റെ സംസ്കാരം ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. റോബിൻ ശർമ്മ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേര് ഇങ്ങനെയാണ്, Who will cry when you die? Who will cry when you die? ഞാൻ മരിക്കുമ്പോൾ ആര് കരയും? ഞാൻ പറയും, ഇന്ന് നമ്മൾ ആരെങ്കിലും മരിച്ചു വീണാൽ കരയാൻ ആളുകളെ വിളിക്കണം. You have to pay for it. Professional mourners അവർ കരഞ്ഞോടും. നന്നായിട്ട് മൈക്കൊക്കെ വെച്ച് കീബോർഡൊക്കെ വായിച്ച് നന്നായിട്ട് കരയും. പിള്ളേര് വെളിയിലാണല്ലോ, അവർ പൈസ നന്നായിട്ട് കൊടുക്കും. നല്ല പാട്ടായിരുന്നു കേട്ടോ, സുന്ദരം പാട്ട്, എന്തോ സമയമരത്തിലൊക്കെ എന്ത് രസമായിട്ട് പാടി, അസാധ്യ പാട്ട്. പൈസ കൊടുക്കും. മക്കളുമില്ല കരയാൻ, കൊച്ചുമക്കളുമില്ല കരയാൻ. Who will cry when you die? യാക്കോബ് കരഞ്ഞപ്പോൾ ഒരു രാജ്യം 70 ദിവസം കരയുക. അവസാനിപ്പിക്കട്ടെ കർത്താവിൽ പ്രിയരെ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ വൺ വേ മിഷണറീസിന്റെ കഥയാണ്. വൺ വേ മിഷണറീസ്. അതിലൊരുവനാണ് A.W. മിൽനി. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവര് ഈ നോർത്ത് പസഫിക് റീജിയനിൽ സുവിശേഷ വേലയ്ക്ക് പോയതാണ്. സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവമുണ്ട്. അവർ പോയത് ഒരു പെട്ടിയുമായിട്ടല്ല, നമ്മുടെ സാധാരണ സൂട്ട് കേസുമായിട്ടല്ല, ഒരു ശവപ്പെട്ടിയുമായിട്ടാണ് പോയത്. They packed their things in a coffin. അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു കോഫിനിൽ നിറച്ച് ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ they took only one way ticket.
And that is the reason why they are known as one-way missionaries, including A.W. Milne. കപ്പലിൽ നിന്ന്, തുറമുഖത്ത് നിന്ന് കപ്പൽ യാത്രയാകുമ്പോൾ ജീവിതത്തിൽ അവസാനമായി എല്ലാവരോടും യാത്ര പറയുന്നത് പോലെ, കാരണം പോവുകയാണ്. റീസൺ ഈസ് they are traveling to the place of cannibals, man-eaters and headhunters. Man-eaters and headhunters. മനുഷ്യനെ വില്ലുകൊണ്ട് കുത്തി ഭക്ഷിക്കുന്ന നരഭോജികൾ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് സുവിശേഷ വേലയ്ക്കായി പോയത് വിത്ത് എ കോഫിൻ. A.W. Milne 35 വർഷം, ചരിത്രം പറയുന്നത് 35 വർഷം അവർ ആ ഗ്രാമത്തിൽ നരഭോജികളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്തു. A.W. Milne മരിച്ചപ്പോൾ they buried him in the center of the village. ആ ഗ്രാമത്തിന്റെ നടുവിൽ ഇവരെ ശവസംസ്കാരം ചെയ്തു. And they gave an epitaph. They made an inscription in the grave as an epitaph. ഒരു അവരുടെ ജീവിതത്തെ സമ്മറൈസ് ചെയ്യുന്ന ഒരു വാക്യം എന്നുള്ള നിലയിൽ ഒരു വാക്ക് അവരിങ്ങനെ എഴുതി ചേർത്തു, ഒരു ഇൻസ്ക്രിപ്ഷൻ എഴുതി ചേർത്തു. When they came, there was no light. When they came, there was no light. When they went, there is no darkness. അവരുടെ വന്നപ്പോൾ ഇവിടെ വെളിച്ചമില്ല, അവരിവിടുന്ന് പോയപ്പോൾ ഇവിടെ അന്ധകാരമില്ല. This is transformation. യാക്കോബ് ഈ രാജ്യത്ത് വന്നു കയറിയത് ഒരു ഭിക്ഷക്കാരനായിട്ടാണ്. ഈ രാജ്യത്ത് നിന്നും ഈ ലോകത്തോടും യാത്ര പറഞ്ഞത് ഒരു സെയിന്റ് ആയിട്ടാണ്. ഈ വേദഭാഗം ആരംഭിച്ചെവിടെന്നറിയാവോ? യാക്കോബ് മരണം കൺമുമ്പിൽ കാണുകയാണ്. ഈ മരണം കൺമുമ്പിൽ കണ്ട മനുഷ്യൻ 130 വയസ്സ് ജീവിക്കുകയും ഒരു രാജ്യത്തിന്റെ സെയിന്റായി മാറി, ഒരു ട്രൈബിന്റെ ചീഫായി മാറി, ലോകത്തിന്റെ മുമ്പിൽ ഒരു ശക്തമായ മൂവ്മെന്റായി യാക്കോബ് നിൽക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം. ദൈവമേ, രൂപാന്തരത്തെ പറ്റി ധാരാളം പാഠങ്ങൾ ഞാൻ കഴിഞ്ഞ 3 ദിവസങ്ങളായി കേൾക്കാനായി ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവേ, ഇനിയും ഈ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ രൂപാന്തരത്തിന് തക്കതായ ഫലം കായ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് രൂപാന്തരം ഉണ്ട് എന്ന് പറയുന്നവരല്ല, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവർ ആണ് എന്ന് പറയുന്നവർ മാത്രമല്ല, അതിൻ്റെ തക്കതായ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ തന്നെ ശാന്തമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇരിക്കുന്ന സ്ഥാനങ്ങളുടെ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ ദൈവത്തോട് മൗനമായി പറയാം. ആരെയും പറഞ്ഞ് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഈ പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഒരു കൊച്ചു തീരുമാനമെങ്കിലും എടുക്കാതെ നിങ്ങൾ ആരും ഇവിടുന്ന് പോകരുത്. ഇത് പാരിഷിന്റെ റിന്യൂവലിന്റെ സമയമാണ്. ഇത് ഇടവകയുടെ പുതുക്കത്തിന്റെ സമയമാണ്. ഇത് ഇടവകത്തിന്റെ ഒരു റിജുവിനേഷന്റെ സമയമാണ്. ഇത് ഇനിയും മുതൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഈ ഇടവക രൂപാന്തരപ്പെട്ടവരുടെ അസോസിയേഷനാണ്, രൂപാന്തരപ്പെട്ടവരുടെ ഫെലോഷിപ്പാണ്, രൂപാന്തരപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇനിയും നമ്മൾ വരുമ്പോൾ പരസ്പര ചുംബനമാണ്. നമ്മൾ ഇനിയും വരുമ്പോൾ നമുക്കിനിയും കെട്ടിപ്പിടിച്ച് കരയുന്ന അനുഭവങ്ങളാണ്. കരയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചതിന്റെ കരച്ചിലല്ല, രണ്ടുപേരും കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിന്റെ കണ്ണുനീര് നമുക്കിവിടെ ഉണ്ടാവണം. ഈ പള്ളിയിൽ ഒരു റെക്കൺസിലിയേഷൻ പൂൾ ഉണ്ടാവണം. ഈ പള്ളിക്കുള്ളിൽ ഒരു അനുരഞ്ജനത്തിന്റെ ഉറവ ഉണ്ടാകണം. ഈ പള്ളിയിൽ വരുന്നവരെല്ലാവരും അനുരഞ്ജനത്തിന്റെ ആത്മാവുള്ളവരായി ദൈവത്തോടും മനുഷ്യനോടും അനുരഞ്ജനപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം, കാര്യങ്ങളെ വ്യത്യസ്തമായി കാണുവാൻ തക്കവണ്ണം, ജീവിതത്തിൽ ആരെങ്കിലും വേദനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതുവരെ ക്ഷമിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവനെയും ചേർത്ത് പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളവരായി, ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടെ ജീവിതത്തെ കാണുന്നവരായി, ദൈവം ക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയച്ചപ്പോൾ ക്രിസ്തു ഈ ലോകത്തെ കണ്ടതുപോലെ ഈ ലോകത്തെയും ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെയും കാണുവാൻ തക്കവണ്ണം എന്റെ ദൈവമേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ശാന്തമായി പറയാം. കർത്താവേ, ഈ പള്ളിയിൽ മാത്രമല്ല ഒരു യാഗപീഠം, ഞാൻ ഈ പള്ളിയിൽ നിന്ന് ഒരു യാഗപീഠം എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകട്ടെ. ഇനിയും ഞാൻ ഈ ഒരു കണക്ഷൻ ഫ്രം ഹൗസ് ടു ടെമ്പിൾ ആൻഡ് ഫ്രം ടെമ്പിൾ ടു ഹൗസ്, ഈ ഒരു യാത്ര, ഓൺ ഗോയിങ് ജേർണി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു നിരന്തരമായ യാത്ര. വീട്ടിലെ ഓൾട്ടറിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം ദേവാലയത്തിലെ ഓൾട്ടറിലേക്ക് പ്രവേശിക്കുന്നു, വീണ്ടും വീട്ടിലെ ഓൾട്ടറിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരനൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. There is clearly an altar in his house.
അവന്റെ വീട്ടിൽ ഒരു യാഗപീഠമുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു യാഗപീഠം ആരംഭിക്കാം. നമുക്ക് ഭാര്യയെ വിളിക്കാം, ഭർത്താവിനെ വിളിക്കാം, മക്കളെ വിളിക്കാം, പറയാം, മക്കളെ, ഇന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു യാഗപീഠമുണ്ട്. നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഈ യാഗപീഠത്തിന് മുമ്പാകെ ആയിരിക്കണം. ഏത് സംസാരങ്ങളും ഈ യാഗപീഠത്തിന് മുമ്പിലായിരിക്കണം. നമുക്കൊരു ജീവിതം കെട്ടുപണി ചെയ്യാം, അത് ഈ യാഗപീഠത്തിന് മുമ്പാകെ ആകാം. ഈ യാഗപീഠത്തിൽ ലഭിക്കുന്ന നന്മകൾ നമുക്ക് പള്ളിയിൽ കൊണ്ട് നമുക്ക് കൊടുക്കാം. പള്ളിയിൽ ലഭിക്കുന്ന നന്മകൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് നമുക്ക് നമ്മുടെ വീടും പള്ളിയുമായിട്ട് നമുക്ക് ആരംഭിക്കാം. എനിക്ക് രണ്ടാമതൊരു വീടുണ്ടെങ്കിൽ അതെന്റെ ദേവാലയമാണെന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇന്നലെ ഞാൻ എന്റെ അനുഭവം പറഞ്ഞല്ലോ. എന്റെ വീട് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ സ്വന്തം ദേവാലയത്തിലെ മദ്ബഹയാണ്. കാരണം ആ മദ്ബഹായിൽ വെച്ചിട്ടാണ് ഞാൻ എന്റെ ജീവിതം പ്രതിഷ്ഠിച്ചത്. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ദിസ് ഓൾട്ടർ ഇസ് മൈ സെക്കൻഡ് ഹോം. എനിക്ക് ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോകേണ്ട വന്നാൽ ഞാൻ ആദ്യം പോകുന്നത് എന്റെ പള്ളിയിലെ ആൾത്താരയിലേക്കായിരിക്കും. ബ്രിസ്റ്റൽ സെന്റ് തോമസ് മാർത്തോമ ഇടവകയിലെ അംഗങ്ങളെ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ ആദ്യം പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഒരു റെസ്റ്റോറന്റിലേക്കാണോ പോകുന്നത്? ഒരു ബാറിലേക്കാണോ പോകുന്നത്? അതോ കൂട്ടുകാരുടെ സംഘത്തിലേക്കാണോ പോകുന്നത്? അതോ ഈ ആലയത്തിൽ വന്ന് അച്ഛനോട് പറയാം, അച്ഛാ, എനിക്ക് ഈ വ്യാഴാഴ്ച 5 മണിക്ക് ഞാൻ വന്നാൽ എനിക്ക് പള്ളിയിൽ വന്നൊന്ന് 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഒരുക്കി തരാമോ? അടുത്ത വെള്ളിയാഴ്ച ഞാനൊന്ന് വന്നാൽ ഒന്ന് പ്രാർത്ഥിക്കാൻ അവസരം ഒരുക്കി തരാമോ? അച്ഛനെ സാധിക്കുമെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ദാറ്റ് ഈസ് ഹാവ് എ കോൺസെക്രേറ്റഡ് ലൈഫ്. ഈ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടവരുടെ കൂട്ടമായി തീരുവാൻ, വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമുള്ളവരുടെ ഒരു കൂട്ടമായി തീരുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയണം, ഈ രാജ്യത്ത് അവൻ വന്നപ്പോൾ ഇവിടെ അന്ധകാരമായിരുന്നു, ഇവിടെ വെളിച്ചമില്ലായിരുന്നു. എന്നാൽ ഇവൻ ഇവിടുന്ന് പോകുമ്പോൾ ഈ രാജ്യത്തിൽ അന്ധകാരമില്ല എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിങ്ങളെ പറ്റി സാക്ഷ്യം വഹിക്കുന്ന ഒരു വലിയ അനുഭവം നമുക്കുണ്ടാവണം. കർത്താവിൽ പ്രിയരെ, യാക്കോബ് ഭയത്തോടെയാണ് വന്നത്. എന്നാൽ യാക്കോബ് പറയാണ്, ഇനി ഈ ഭയത്തിന് എനിക്ക് സ്ഥാനമില്ല. കാരണം എന്റെ ഭാവി അവന്റെ കരങ്ങളില്ല. നിരാശയോടുകൂടെ ജീവിച്ചവനാണ്, ജീവിതത്തിന് ഒളിച്ചോടിയവനാണ്. എന്നാൽ ഇനി മുതൽ നിരാശ എന്നെ തൊടുകയില്ല. ജീവിതത്തിൽ വ്യത്യസ്തമായ ഭയങ്ങളുമായി വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്ങൾ, നാളത്തെ ജീവിതത്തെ പറ്റിയുള്ള ഭയങ്ങൾ, കടബാധ്യതയെ പറ്റിയുള്ള ഭയങ്ങൾ, കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള ഭയങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള ഭയങ്ങൾ, പലതരത്തിലുള്ള നിരാശകൾ, ജീവിതത്തിൽ വേദനകൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. എന്നാൽ യാക്കോബ് പറയുകയാണ്, യാഹേ ഗോഡ് ഓഫ് ഇസ്രായേൽ, നീയാണ് എന്റെ ദൈവം. തലമുറ തലമുറയായി അങ്ങ് എന്റെ സങ്കേതമാണ്. എന്റെ തലമുറയ്ക്ക് കോട്ടയാണ്. നീ മയങ്ങാത്തവനാണ്, നീ ഉറങ്ങാത്തവനാണ്, ഇസ്രായേലിന്റെ പരിപാലകനാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മളെ തന്നെ ശാന്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടി നമ്മുടെ ഒരു തീരുമാനത്തിന്റെ അടയാളമായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പാട്ട് പാടി നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താൻ കരങ്ങളില. നിരാശ എന്നെ തൊടുകയില്ല, പ്രത്യാശയ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. രൂപാന്തരത്തിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കും. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ. രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം
മാറിടട്ടെ. രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ യാഹേ. യാക്കോബ് പറഞ്ഞതാണ്, യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്നുമെൻ ഖേദം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. മരണഭയമെല്ലാം മാറട്ടെ, മരണഭയമെല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങി. യാക്കോബിന്റെ ശത്രുഭീതി എല്ലാം മാറിപ്പോയി. യേശാവിന് ഒരു ശത്രുവല്ല. യാക്കോബ് പറയാണ്, അങ്ങനെ എന്റെ ശത്രുവല്ല, അങ്ങന്റെ സഹോദരനാണ്, സഹ ഉദരനാണ്. അങ്ങിൽ ഞാൻ ദൈവത്തെ കാണുന്നു. സകലത്തിനും നീതേ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും നീതേ. എല്ലാവരോടും ചേർന്ന് യാഹേ ഉറച്ചു പാടാം. അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. ദൈവത്തിന് സ്തോത്രം.